പശ്ചിമ ബംഗാളിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. മറ്റന്നാളാണ് 142 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ്. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ വ്യാപക അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ആരാംബാഗിൽ തൃണമൂൽ കോൺഗ്രസ് എംപിയുടെ വാഹനം ആക്രമിച്ചു. BJP ഗുണ്ടാരാജിനുള്ള ശ്രമത്തിലാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. ആരാംബാഗിൽ വെച്ചാണ് MP മിതാലി ബാഗിന്റെ വാഹനം ആക്രമിക്കപ്പെട്ടത്. വാഹനത്തിന്റെ ചില്ലുകൾ തകർത്തു. പരിക്കേറ്റ മിതാലിയെ സ്ട്രക്ചറിൽ ആശുപത്രിയിലേക്ക് മാറ്റി. തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. BJP സംസ്ഥാനത്ത് അക്രമം അഴിച്ചുവിടുകയാണെന്ന് അഭിഷേക് ബാനർജി ആരോപിച്ചു. ഇന്നലെ രാത്രി നോർത്ത് 24 പർഗാനസിലെ ജഗദ്ദാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു. സംഘർഷത്തിൽ CASF ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തു. രാത്രി പുലരും വരെ പോലീസ് വ്യാപക റെയ്ഡ് നടത്തി. 4 പേരെ അറസ്റ്റ് ചെയ്തു. 142 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടം വോട്ടെടുപ്പ്. തൃണമൂലിന് ഈ മേഖലകളിൽ വലിയ മേധാവിത്വമുണ്ട്. ഒന്നാം ഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗ് നടന്നിട്ടും ഒരിടത്ത് പോലും റീപോളിംഗ് വേണ്ടി വന്നില്ല എന്നത് വലിയ നേട്ടമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർത്തി കാണിക്കുന്നുണ്ട്. എന്നാൽ രണ്ടാം ഘട്ട പ്രചാരണ സമയത്ത് കണ്ട അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.